അതെ, ഒരു ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സും ഓക്സിലേറ്റേഴ്സൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ സ്വിംഗ് പൊസിഷനിലൊക്കെ ഇത് ആവശ്യമാണ്. പക്ഷേ അതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ കണ്ടതിൽ മിക്കവരും ഇതൊന്നും യൂസ് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. അവരിതെല്ലാം ചിലപ്പോൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷേ ക്ഷമയില്ല ഒന്നാമത്തെ പഠിക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറ്റം പറയും. എന്താ പറയുമ്പോൾ ചില ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ ചെയ്തു നോക്കും, പക്ഷേ ലോസ് പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം പല കമൻറ്റുകളും എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോഴേ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇൻഡിക്കേറ്റേഴ്സിനെ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, വെറുതെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനെയല്ല കേട്ടോ. ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ അവിടെ വായിച്ചായിട്ട് ഓർക്കുന്നു, ഈ കൊടുക്കാട്ടിൽ ഒരു ടോർച്ച് പോലും ഇല്ലാണ്ട് ഇറങ്ങാൻ പാടില്ലെന്നല്ലേ. അതേപോലെയാണ് നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോഴേ ഒരു ഇൻഡിക്കേറ്ററെങ്കിലും സപ്പോർട്ട് ചെയ്യാണ്ട്, ഒരു ഇൻഡിക്കേറ്ററെങ്കിലും നോക്കാണ്ട് ഇറങ്ങരുത് ട്രേഡിങ്ങിന്. അത്രയെങ്കിലും ഒരു ക്ഷമ ട്രേഡിങ്ങിൽ കാണിക്കണം. കാരണം എന്താ അറിയാമോ, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരല്പം പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്ത് തരും. സാധാരണ ഒന്നും നോക്കാണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബ്ലൈൻഡായിട്ട് കയറി പോണ കണ്ടു പെട്ടെന്ന് സ്റ്റോക്ക് ചാടി കയറി വാങ്ങിച്ചു, പ്രത്യേകിച്ച് ഇൻട്രാഡേയിലൊക്കെ പറ്റുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ വാങ്ങിച്ച് കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് അറിയുമ്പോൾ നേരെ അത് താഴോട്ട് വരും. അങ്ങനെ പല സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട് അല്ലേ. ഇതിന് മുന്നുള്ള കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ ട്രേഡിംഗ് പ്രോഫിറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3000, 4000 ചെറിയ ചെറിയ എമൗണ്ടുകളാണ്, 5000 അങ്ങനെ ചെറിയ എമൗണ്ടുകളൊക്കെയാണ് ഒരു ഡെയിലി പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയത്. അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ലോസ് ആണെങ്കിൽ ഒരു മിനിമൈസ്ഡ് ആയിട്ടുള്ള 1000 റുപ്പീസോ 500 റുപ്പീസോ അതൊക്കെയായിരുന്നു ഞാൻ ലോസ് എടുക്കാൻ റെഡി ആയിട്ടുള്ളത്. അപ്പം ഇത് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കമൻറ്റുകൾ വരുമായിരുന്നു, ഞാനിന്ന് 35,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയല്ലോ, പിന്നെ ഇതൊന്നും പഠിക്കാണ്ട് ഞാൻ ഈ 35,000 40,000 ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയല്ലോ, പിന്നെ ഇതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ ആയിരിക്കാം. പക്ഷേ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എന്താ പറയുക, നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോക്കി തന്നെ ട്രേഡ് എടുക്കണം. കാരണം എന്താ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ 50-50 പ്രോബിലിറ്റി അവിടെ. അതായത് ഇപ്പം നമ്മൾ ഈ ടോസ് ഇടില്ലേ, ഹെറ്റും ടെയിലൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു കോയിൻ ടോസ് ഇടുമല്ലോ. അപ്പോൾ നമ്മൾ 2 ടെയിൽ വീടുന്നരുത്, മൂന്നാമത്തെ എന്തായിരിക്കും പറയാൻ പറ്റുമോ? ചിലവരും ഹെഡ് എന്ന് പറയും, ചിലവരും ടെയിൽ എന്ന് പറയും. അപ്പം മൂന്നാമത്തത് ഹെഡോ ടെയിലോ ആകാം അല്ലേ. അപ്പം അതിനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 50-50, അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ 50-50 ചാൻസ് ഉള്ളൂ. ഒന്നിലേക്ക് ഹെഡ് വീഴും അല്ലെങ്കിൽ ടെയിൽ വീഴും. അതേപോലെ ചിലപ്പോൾ വിന്നിങ് ആവും അല്ലെങ്കിൽ ഫെയിലിയർ ആവും ഇല്ലേ, അങ്ങനെ ചാൻസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടോ ഇൻഡിക്കേറ്റേഴ്സോ ഓക്സിലേറ്റേഴ്സോ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോബബിലിറ്റിയെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അതായത് 50-50 ചാൻസ് ഉള്ളതിന് 60-യോ 70-യോ 80% വിന്നിങ് പ്രോബബിലിറ്റിയോ ഒക്കെ ആക്കിയെടുക്കാൻ 90% ഒക്കെ ആക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ അതിന് ക്ഷമയോട് ഇതെല്ലാം പഠിക്കണം. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സൊക്കെ പഠിച്ചത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെ ഹൈ പ്രോബബിലിറ്റി ട്രേഡുകൾ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും ഉറപ്പൊന്നുമില്ല കേട്ടോ സക്സസ് ആവുന്നുള്ളത്. ചിലപ്പം ലോസിലേക്ക് പോകാം. കൂടുതൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുന്നതോടുകൂടി കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള ചാൻസും കൂടുകയാണ്, പ്രോബബിലിറ്റി കൂടുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം ഒരെണ്ണം ഫെയിലിയറായി ലോസ് പോയി എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വെറുതെ ആണെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ചേരുന്നത് കേട്ടോ. ഓരോ ട്രേഡും ഹൈ പ്രോബബിലിറ്റി ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക. ഹൈ പ്രോബബിലിറ്റി ട്രേഡിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ലോസ് മിനിമൈസ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അതിനുള്ള സ്റ്റോപ്പ് ലോസൊക്കെ വെച്ച് കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റും സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് വെച്ചാൽ നമ്മളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത്, അപ്പോൾ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ട്രേഡിങ് റൂൾസൊക്കെ സെറ്റ് ചെയ്തിപ്പോൾ സ്ട്രാറ്റജി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്ത് വിന്നിങ് ട്രേഡുകൾ എടുക്കാൻ പറ്റണം. കൂടുതൽ വിന്നിങ് ട്രേഡുകളായിരിക്കും. ഇനി ചിലതൊക്കെ ലോസായി പോയാൽ തന്നെ ചെറിയ ചെറിയ ലോസുകളൊക്കെ വരുള്ളൂ, അതൊക്കെ മാനേജബിളാണ്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലേ. ആ ലോസുകളൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. ട്രേഡേഴ്സ് ഇപ്പോഴും അങ്ങനെയാണ്. കുറേയൊക്കെ ലോസുകൾ ഉണ്ടാകാം, പക്ഷേ വിൻ ആവുന്ന ട്രേഡുകളിൽ കൂടുതൽ പ്രോഫിറ്റ് ആക്കി എടുക്കാനുള്ള ട്രേഡുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് കരുതുന്നു. അപ്പോൾ ആരും ബ്ലൈൻഡായിട്ട് വെറുതെ ട്രേഡ് എടുക്കരുത്. പകരം ഇതേപോലെ എന്തെങ്കിലും സ്ട്രാറ്റജിയോ ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രം ട്രേഡുകൾ എടുക്കുക. കാരണം അത്രയ്ക്ക് ഡൈനാമിക്കാണ് മാർക്കറ്റ് അല്ലേ. ഒരുപാട് പേര് ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടുകൊണ്ടാണ് ഞാൻ പറയണേ, പല രീതിയിൽ നമ്മളുടെ കസ്റ്റമേഴ്സൊക്കെ നന്നായിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ പാസീവായിട്ടും അഗ്രസീവായിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ചില കസ്റ്റമേഴ്സൊക്കെ ലോസ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം ആരും അങ്ങനെ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ പഠിച്ച് ഇൻഡിക്കേറ്റേഴ്സോ ഓക്സിലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പഠിച്ച്
അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് എന്നിട്ട് ലോസ് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ചെറിയ ലോസ് ഒക്കെ വന്നോട്ടെ. ദാറ്റ് ഇസ് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ്. എറ്റീൻ ഞാൻ പറയുവാണ് അല്ലേ. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ റെൻറ്റ് അതേപോലെ യൂട്ടിലിറ്റി ബിൽസ് ഒക്കെ കൊടുക്കില്ലേ, അതേപോലെ കട്ടാൽ മതി ഈ ചെറിയ ചെറിയ ലോസസിനെ. അപ്പോൾ ഹൈ പ്രോബബിലിറ്റി ട്രേഡുകൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ അടിപൊളിയായ ട്രേഡുകൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.